താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഓഫീസിൽ നിന്ന് അത്യാവശ്യമായി ഫോൺ വന്നതുകൊണ്ട് ജയൻ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് പോയി. എന്താ സാജ, എന്താ അത്യാവശ്യമായി വരാൻ പറഞ്ഞത്? കൺസ്ട്രക്ഷൻ സൈറ്റ് സൂപ്പർവൈസർ സാജനോട് ജയൻ ചോദിച്ചു. സാർ, കൽക്കട്ടയിൽ നിന്നുള്ള നമ്മുടെ ക്ലയൻറ്റ് മൂന്നാറിലെത്തുന്നുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ പിന്നെ അവരുടെ ആദ്യത്തെ വിസിറ്റാണ് ഇങ്ങോട്ട്. അപ്പോൾ സാർ അവരെ ഒന്ന് നേരിട്ട് കാണുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാത്രവുമല്ല, ഇവിടെയൊക്കെ തിരിക്കുന്നതിന് മുമ്പ് സാമുൽ സാർ വിളിച്ച് അന്വേഷിച്ചതുമാണ് സാറിനെ കാണാൻ കഴിയുമോ എന്ന്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് സാറിനെ കാണണമെന്ന് താല്പര്യമുള്ളതുപോലെ. അപ്പോൾ സാറൊരു 2 days അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പ്രോജക്റ്റിനും ഗുണമായിരിക്കും. സാജൻ പറയുന്നത് ശരിയാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കാവുന്ന സിറ്റുവേഷനിലല്ല ഞാൻ. എനിക്കറിയാം സാർ, എങ്കിലും ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞതാണ്. സാർ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. കാരണം ഇനിയുള്ള നമ്മുടെ പ്രോജക്റ്റുകൾക്ക് ഇവരുമായിട്ടുള്ള ടൈപ്പ് വളരെ പ്രയോജനം ചെയ്യും. സാജൻ പറഞ്ഞത് ശരിയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് കൊച്ചിക്ക് ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അവിടെ നിന്ന് കാറിൽ പോകാം. സാർ പോകാൻ തീരുമാനിച്ചോ? അതല്ലടോ, താൻ എന്തായാലും എല്ലാം ഒന്ന് അന്വേഷിച്ച് വയ്ക്ക്. പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാൻസൽ ചെയ്താൽ മതിയല്ലോ. ഞാൻ ആലോചിക്കട്ടെ സാജൻ. സാർ എന്തായാലും സാമുൽ സാറിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം. പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു വരുമ്പോൾ ഒന്ന് വിളിക്കാൻ. ജയൻ ചെയറിലേക്ക് ചാരി ആലോചനയോടെ ഇരുന്നു. സാമുലിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ ഇച്ചായ. ഹായ് സാജയൻ. ഇച്ചായൻ എവിടെയാ? എടാ, ഞാനിങ്ങ് മൂന്നാറിലെത്തിയിട്ട് ദിവസം 2 2-3 ദിവസം കൂടി ഞാനിവിടെ കാണും. അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞു. അപ്പോൾ പിന്നെ ഫാമിലിയായിട്ട് ഇങ്ങി പോന്നേക്കടാ. അല്ലിച്ചായ, മോൾക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അവൾക്ക് പെട്ടെന്ന് ഒത്തൊന്നും വരില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ മാത്രം വരാം. ഓക്കേടാ, അപ്പോൾ ഞാനിവിടെ കാണും. നീ ഇങ്ങി പോന്നേച്ചാൽ മതി. ജയൻ മൊബൈൽ കട്ടാക്കി. വീട്ടിൽ ചെന്ന് ദേവിയോട് എങ്ങനെ കാര്യം പറയുമെന്നായി അവൻ്റെ ആശങ്ക. അവൻ വേഗം കാറുമെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. ചെല്ലുമ്പോൾ ദേവിയും മോളും അമ്മയും മുറ്റത്തിരിപ്പുണ്ട്. ഇതെന്താ കുട്ടേട്ടാ പോയതുപോലെ വേഗം തിരിച്ചു വരുന്നത്? കാറിൽ നിന്നിറങ്ങി മോളെ വാരിയെടുക്കുന്നതിനിടയിൽ ദേവി ചോദിച്ചു. ഒന്നുമില്ലടി, ഒരത്യാവശ്യമായിരുന്നു, അതാ പോയത്. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി. മോളെയും കൊണ്ട് ജയൻ അകത്തേക്ക് പോയതും പിന്നാലെ ദേവിയും ചെന്നു. എന്താ കുട്ടേട്ടാ മുഖം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജയൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ദേവി ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നേ? അത് പിന്നെ എനിക്ക് മൂന്നാർ വരെ പോകണം ദേവി. ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. അതിന് കുട്ടേട്ടൻ തന്നെ പോണോ? വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ പോരേ? പറ്റില്ലടാ, ഞാൻ തന്നെ പോകണം. അത്രയ്ക്കും വേണ്ടപ്പെട്ട ക്ലയൻ്റാണ്. ഞാൻ പോയാലേ ശരിയാവൂ. അത് പറയുമ്പോൾ ദേവിയുടെ മുഖം വാടുന്നത് ജയൻ കണ്ടു. മോളെ ബെഡിലിരുത്തിയിട്ട് ജയൻ ദേവിയുടെ അടുത്തേക്ക് വന്നു. കയ്യിൽ പിടിച്ച് അവളെയും ബെഡിലിരുത്തി. ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരില്ലേ? 2 ദിവസം, അത് പെട്ടെന്ന് പോകില്ലേ? മാതുമോള് ദേവിയുടെ മടിയിൽ കയറിയിരുന്നു. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ദേവി ജയൻ്റെ മാറിൽ ചാരിയിരുന്നു. ഒരു നിമിഷം പോലും എനിക്ക് കുട്ടേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എനിക്ക് പിന്നെ പറ്റുമെന്നാണോടി നീ കരുതുന്നത്? നിന്നെയും മോളെയും വിട്ട് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ സാമുവൽ അച്ചായനെ പിണക്കുന്നത് ശരിയല്ല. ഇപ്പോൾ തന്നെ ഇച്ചായൻ നമ്മളുമായി എത്രയൊക്കെ കോൺട്രാക്റ്റുകളിലാണെന്നോ സൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള നല്ലൊരു ക്ലയൻറ്റിനെ പിണക്കി വിടുന്നത് എങ്ങനെയാ? ഞാൻ പോയിട്ട് വേഗം വരും. അതുവരെ നല്ല കുട്ടികളായിരിക്കണം അമ്മയും മോളും. കുട്ടേട്ടൻ എപ്പോഴാണ് പോകുന്നത്? സാജൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് കൊച്ചിയിൽ പോയി അവിടുന്ന് കാറിലായിരിക്കും. മനസ്സില്ലാ മനസ്സോടെ തലകിലുക്കി എല്ലാം കേട്ടു. എനിക്കിടുന്നതിനായി 3 ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചേക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. മോളെയും എടുത്തുകൊണ്ട് ജയൻ അമ്മയുടെ അടുത്തേക്ക് പോയി. ദേവി ജയൻ ഇടുന്നതിനായി 3 ജോഡി ഡ്രസ്സും സ്വെറ്ററും സോപ്പ്, പേസ്റ്റ്, ടവൽ, എണ്ണ, മെഡിസിൻ ബോക്സ്, മൊബൈൽ, ചാർജർ, ലാപ്പ് എല്ലാം എടുത്തു വെച്ചു. തിരികെ ജയൻ റൂമിലേക്ക് വരുമ്പോൾ അവളെല്ലാം എടുത്ത് ബാഗിലാക്കി കഴിഞ്ഞു. കുട്ടേട്ടാ, എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ജയൻ നോക്കുമ്പോൾ എല്ലാം കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ദേവിയുടെ മുഖം മാത്രം തെളിഞ്ഞിട്ടില്ല. ജയന് മുഖം പോലും കൊടുക്കാതെയാണ് പിന്നീടുള്ള നടത്തം മുഴുവനും. എത്ര മണിക്കാണ് കുട്ടിയുടെ ഫ്ലൈറ്റ്? ഞാൻ 1/2 മണിക്കൂറും കൂടി കഴിയുമ്പോൾ ഇറങ്ങും. അവിടെ ചെന്നാൽ ഉടനെ വിളിക്കണം കേട്ടോ. നിന്റെ ഈ മട്ടും ഭാവവുമൊക്കെ കണ്ടാൽ തോന്നുമല്ലോ. ജയൻ പറയാൻ വന്നത് മുഴുമിപ്പിക്കാതെ ദേവി അവൻ്റെ വാ പൊതിഞ്ഞു പിടിച്ചു. ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ കുട്ടേട്ടാ. പോയിട്ട് വേഗം വന്നാൽ മതി, ഞങ്ങളിവിടെ കാത്തിരിക്കും.
ജെയിൻ വേഗം റെഡിയായി ഇറങ്ങി. വാച്ചും ഗ്ലാസും വാലറ്റും എല്ലാം എടുത്ത് ചെക്ക് ചെയ്തു. പോകാൻ നേരം അവളെ ആഞ്ഞു പുലുകി. പെട്ടെന്ന് വരണേ കുട്ടേട്ടാ. ഞാൻ വേഗത്തിൽ വരില്ലേ മോളെ, പിന്നെ എന്തിനാ ഇത്രയും സങ്കടം? വേഗം വരണം. ദേവി അവൻ്റെ കവിളിൽ മാറി മാറി ചുംബിച്ചു. മോളെയും എടുത്ത് ജയൻ്റെ പിന്നാലെ ചെന്നു. അമ്മേ, പോയിട്ട് വാ മക്കളെ. ഗേറ്റ് കഴിഞ്ഞ് ജയൻ്റെ കാർ പോകുന്നത് നോക്കി ദേവിയും അമ്മയും വെളിയിൽ തന്നെ നിന്നു. മൂന്നാറിൽ സീസൺ ആയതുകൊണ്ട് തന്നെ വല്ലാത്ത തണുപ്പായിരുന്നു. സാമുവൽ റൂമിനുള്ളിൽ തന്നെ സമയം ചെലവഴിച്ചു. ഒരു സിഗരറ്റ് തീപിടിപ്പിച്ച് 2-3 പഫഞ്ഞു വലിച്ചു. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി. ചെന്നൈ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മൂന്നാറിലും കൂടി 2 ദിവസം തങ്ങാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഓഫീസിലേക്ക് വിളിച്ച് സാജനോട് ജയൻ്റെ വിവരങ്ങൾ തിരക്കിയത്. ഇതുവരെ വരുമ്പോൾ ജയനെ കാണാതെ പോകുന്ന ശരിയല്ല. 1-2 കൂടിക്കാഴ്ചകൾ അത്രയും ഉണ്ടായിട്ടുള്ളൂ ജയനുമായി. പക്ഷേ എന്തോ ഒരു ആത്മബന്ധം അവനുമായി തോന്നി. അവൻ്റെ ഇച്ഛായ എന്ന വിളി കേൾക്കുമ്പോൾ തൻ്റെ കുഞ്ഞനുജൻ സക്കറിയ വിളിക്കുന്നത് പോലെ തോന്നും. ബിസിനസ് മീറ്റുമായി ബന്ധപ്പെട്ട അവൻ ആദ്യം കാണുമ്പോഴും സക്കറിയയുടെ തനി പകർപ്പായിരുന്നു. തൻ്റെ എല്ലാമായിരുന്ന പൊന്നനിയൻ. ജയനെ പോലെയായിരുന്നു നോട്ടവും ഭാവവും നടപ്പും വർത്തമാനം പോലും. നീന്തൽ താരമായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ദിവസം തുടർച്ചയായി പനി. പക്ഷേ അത് കാര്യമാക്കാതെ വെച്ചുകൊണ്ട് നടന്നു. അത് ന്യൂമോണിയയിൽ കൊണ്ടെത്തിച്ചു. അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി. അപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരുന്നു. മനസ്സ് ചോദ്യത്തിൻ്റെ ഡേറ്റ് വരെ കുറിച്ചതായിരുന്നു. അപ്പോളായിരുന്നു സക്കറിയയുടെ വിയോഗം. അതോടുകൂടി അമ്മച്ചി ആകെ തളർന്നു. വളരെ പണിപ്പെട്ടാണ് അതിൽ നിന്നുമൊക്കെ റിക്കവറി ആയത്. ബാംഗ്ലൂരിൽ വെച്ചൊരു ബിസിനസ് മീറ്റിനിടയിൽ ജയനെ ആദ്യമായി കാണുന്നത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സക്കറിയാണെന്ന് തോന്നിപ്പോയി. അത്രമാത്രം 2 പേർക്കും രൂപസാദൃശ്യം. അങ്ങോട്ട് പോയി പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് ആ സൗഹൃദം പെട്ടെന്ന് വലുതായി. അതാണ് ഈ ഡീലിങ്സ് വരെ കൊണ്ടെത്തിച്ചത്. മൂന്നാറിൽ 1-2 റിസോർട്ടുകളുണ്ട്. അവയിലൊന്നായ മൗണ്ടൻ വ്യൂവിലാണ് സാമൂൽ ഇപ്പോൾ ഉള്ളത്. എയർപോർട്ട് ഇറങ്ങിയപ്പോൾ ജയൻ വിളിച്ചിരുന്നു. പലതവണ അവൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇച്ചായ എന്നോട് ഇത്രയും അടുപ്പം കാണിക്കുന്നതിൻ്റെ പുറകിലെന്ന്. അന്നവൻ കളിയായിട്ടാണ് ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞില്ല. പക്ഷേ ഇത്തവണ മനസ്സിൽ കരുതിയിരുന്നു തൻ്റെ അനിയനായി അവനെ ഏറ്റെടുക്കുമെന്ന്. അവനെ കാണാതെ പോകാൻ കഴിയില്ല എന്ന അവസ്ഥയായി. ഒരിക്കൽ അമ്മച്ചിക്ക് ജയനുമൊത്തുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തു. അന്ന് അമ്മച്ചി ആ ഫോട്ടോയിൽ നോക്കി ഒരുപാട് കരഞ്ഞു. ഏറെക്കുറെ 2 പേർക്കും ഒരേ സാദൃശ്യമാണ്. അന്നു മുതലുള്ള അമ്മച്ചിയുടെ ആഗ്രഹമാണ് ജയനെ കാണണമെന്ന്. ഇനി ഒരിക്കൽ എന്തായാലും അവനെയും ഫാമിലിയെയും കൂടെ കൂട്ടണം. സാമുവൽ ഓരോന്നായി ഓർത്തുകൊണ്ട് നിന്നു. ഓരോ പഫായി എടുക്കുന്നതിനിടയിൽ ഗ്ലാസും കാലിയായിക്കൊണ്ടിരുന്നു. റിസോർട്ടിലെത്തിയ ഉടനെ തന്നെ ദേവിയെ വിളിച്ചെത്തിയ വിവരം അറിയിച്ചു. റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ലെന്നും ഇവിടെ നിന്ന് തിരിക്കുന്ന നേരം വിളിക്കാമെന്നും പറഞ്ഞാണ് ഫോൺ വെച്ചത്. റൂമിൽ ആരോ മുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ ഡോർ തുറന്നു. മുന്നിൽ ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ജയനെ കണ്ടപ്പോൾ സാമുവലിന് സന്തോഷം തോന്നി. നിന്റെ നല്ല നിമിഷങ്ങളിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തതിന് നിനക്ക് ദേഷ്യം ഉണ്ടോടാ എന്നോട്? അതിന് മറുപടി ഒന്നും പറയാതെ ജയനകത്തേക്ക് കയറി. ബാംഗ്ലൂർ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ റിസോർട്ടിൽ ചില്ലറ അത്യാവശ്യവുമായി വരേണ്ടി വന്നു. പിന്നെ നിന്നെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. ആദ്യം നീ ഒന്ന് ഫ്രഷായി വാ. ജയനകത്തേക്ക് പോയി ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴുകി ഫ്രഷായി വന്നു. അപ്പോഴേക്കും റൂം ബോയ് കോഫിയുമായി എത്തിയിരുന്നു. അതും കുടിച്ചുകൊണ്ടായിരുന്നു സംസാരം. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്താ ഇച്ചായ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? സാജൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ്. ജയൻ മുഖപുരമില്ലാതെ പറഞ്ഞു. അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞടാ. ഇപ്പോൾ വയ്യ പാവത്തിന്. 70 വയസ്സായി. എങ്കിലും നിന്നെ കാണണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴും നീ ചോദിക്കില്ലേ നിന്നോട് എന്താ ഇങ്ങനെ ഓവർ കെയറിങ് കാണിക്കുന്നതെന്ന്. ലാപ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് അവനെ കാണിച്ചു കൊടുത്തു. തൻ്റെ അതേ മുഖഛായയിലുള്ള ഒരു ഫ്രീക്കനുമൊത്ത് സാമുവൽ നിൽക്കുന്ന കുറേ ഫോട്ടോസ്. എൻ്റെ ബ്രദറാണ് സക്കറിയ. മരിച്ചിട്ടിപ്പോൾ 2 വർഷമായി. ആദ്യമായി നിന്നെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. നിന്നെ കണ്ടാൽ സക്കറിയയെ പറിച്ചു വച്ചിരിക്കുന്നതാണെന്ന് തോന്നും. എൻ്റെ അതേ സംശയമാണ് അമ്മച്ചിക്കും. നിനക്ക് സൗമ്യവും സൗകര്യവും ഉള്ളപ്പോൾ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി കൽക്കട്ട വരെ വന്നിട്ട് പോടാ. അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം. നിൻ്റെ വൈഫിനും മോൾക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് നമുക്ക് ഇച്ചായനും കൊച്ചു ചെറുക്കനും ആവാമടാ. നിന്നെ കാണുമ്പോഴെല്ലാം എനിക്കെൻ്റെ സക്കറിയ കുഞ്ഞിനെ ഓർമ്മ വരും. നിന്നെ കാണുന്നതിന് വേണ്ടി മാത്രമല്ല. ഇവിടെ റിസോർട്ടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അലിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇമ്മോറലായി എന്തൊക്കെയോ സംഭവിക്കുന്നെന്ന്. അപ്പച്ചനുണ്ടായിരുന്നപ്പോൾ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് അടച്ചു പൂട്ടാനോ ഇടിച്ചു നിരത്താനോ ഒന്നും കഴിയില്ല. സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം വരുമാനം ഇതിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ വന്ന അന്ന് തന്നെ ഇവിടെ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തി. മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനും എല്ലാം പുതിയ ആൾക്കാരായി. ഞാനൊരു 2 ദിവസം കൂടി ഇവിടെ കാണും. അത് കഴിഞ്ഞു പോകും. നീ നാളെ തന്നെ എന്തായാലും തിരിച്ചു വയ്ക്കോ. എന്തായാലും നീ വന്നു പോയില്ലേടാ.
ഇന്നൊരു ദിവസം സമാധാനത്തിൽ ഇവിടെ കഴിഞ്ഞ് നാളെ നമുക്ക് ഒരുമിച്ചിറങ്ങാം. സൈൻ ചെയ്ത ചെക്കെടുത്ത് അതിൽ 10 ലക്ഷം രൂപ എഴുതി ജയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നമ്മൾ സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചതല്ലാതെ ഞാൻ നിനക്ക് അഡ്വാൻസ് തന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ചെറിയ അഡ്വാൻസ്. ഇതിലും കൂടുതൽ വേണ്ടിയാണ് നിന്നെ വിളിപ്പിച്ചത്. രാത്രി 2 പേരും ഭക്ഷണം കഴിഞ്ഞ് നേരത്തെ കിടന്നു. പക്ഷെ അമ്മച്ചിയെ വിളിച്ച് വീടിനെക്കുറിച്ച് സംസാരിച്ചു. സാമൂലിനെയും ദേവിയെയും മോളെയും കുറിച്ച് സംസാരിച്ച് ജയനും ഉറങ്ങാൻ ഏറെ വൈകി. രാവിലെ 2 പേരും ഒരുമിച്ച് പുറപ്പെട്ടു. സാമൂലാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ഇടയ്ക്ക് സ്പീഡ് അല്പം കൂടിയപ്പോൾ നിയന്ത്രിക്കാൻ നോക്കിയിട്ട് അതിന് കഴിഞ്ഞില്ല. സാമൂലിൻ്റെ കയ്യിൽ നിന്നും വണ്ടിയുടെ നിയന്ത്രണം അപ്പാടെ വിട്ടു. എടാ, വണ്ടിക്ക് ബ്രേക്ക് കുറവാണ്, നീ വേഗം ചാടിക്കോ. സ്റ്റിയറിങ്ങിൽ ബലമായി പിടിച്ചുകൊണ്ട് സാമൂൽ ജയനെ നോക്കി പറഞ്ഞു. അത് പറ്റില്ല, ഈ ചായയുടെ എവിടെയെങ്കിലും ഇടിച്ച് നിർത്താൻ നോക്ക്. എടാ, ഇത് ഇറക്കമാണ്, അതിന് സാധിക്കില്ല, നീ എങ്ങനെയെങ്കിലും ചാടിക്കോ. ഇല്ല, ഇച്ചായൻ്റെ ഒപ്പമേ ഞാനും ഉള്ളൂ. ജയ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. പെട്ടെന്നൊരു ലോറി വളവ് തിരിഞ്ഞു വന്നതും സാമുവൽ കാർ വലത്തേക്ക് വെട്ടിച്ചു. വലിയ ശബ്ദത്തോടുകൂടി പുകയും ചുരുളുകളും മാത്രമായി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.